Media. ഇത് ഈ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന പന്താന്നിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഒരു പന്താ, പണ്ടത്തെ പന്തല്ലേ പന്ത്. അതെന്ത് പണ്ടായിന് പന്ത്, പണ്ടത്തെ പന്ത് എന്ന് പറഞ്ഞാൽ 5-8 കിലോ തൂക്കണ്ടാവും. ഇത് വെറും പതിര്. എന്തായാലും വയസ്സാം കാലത്ത് ബാപ്പാക്ക് കളിക്കാൻ കൊണ്ടുവന്ന കളിപ്പാട്ടം കൊള്ളാം. അത് അവിടെ എവിടെ എങ്കിലും കൊണ്ടുപോയാച്ചാണി മനസ്സിയാ. രാത്രിയാവുമ്പോ മേലും കയ്യും വേദനിക്കണമെന്ന് പറയരുത്. ഈ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. പണ്ട് തിരൂരങ്ങാടി പന്തളി മത്സരത്തില് സ്ഥിരം ബാക്ക് നിന്ന് കളിച്ചോളാം ഞാൻ. അറിയോ നിനക്ക്? അറിയോ? ഈ ബാക്ക് നിന്ന് കളിക്കാന്ന് പറഞ്ഞാലേ ഗോൾ പോസ്റ്റിന്റെ ബാക്കില് ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്ന് കളി കാണുകയാണോ വാപ്പ? ഈ അങ്ങനെ എന്നെ കളിയാക്കണ്ട. ഇപ്പോഴും തിരൂരങ്ങാടി പന്തളി മത്സരത്തില് നമ്മളെ ലൈൻ റെഫറിയാൻ വിളിക്കലുണ്ട്. അറിയോ നിനക്ക്? പിന്നെന്തേ പോയിക്കൂടെ? അതിനിപ്പോഴത്തെ പന്തളിയൊക്കെ ഒരു പന്തളിയാ? പണ്ടോ പന്തളി, പണ്ടത്തെ പന്തളിയല്ലേ പന്തളി. ഇന്നത്തെ സെവൻസ് ഫുട്ബോളില് ഏഴാളിലെ ടീമില്, അന്നത്തെ സെവൻസ് ഫുട്ബോളില് ഒരു ടീമില് 10-15 ആളുണ്ടാവും. അപ്പൊ പണ്ടത്തെ 11 ടീമിൽ ഒരു 19 ആൾക്കാരെങ്കിലും ഉണ്ടാവല്ലോ ഉപ്പ. അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും 10-25 ആളൊക്കെ ഒരു ടീമിലുണ്ടാവും. പിന്നെ ചോദിക്കണോണ്ട് ഉപ്പാക്കൊന്നും തോന്നരുത്. ഒന്നും തോന്നില്ല. ഉപ്പേ നന്നായിട്ട് നോണ പറയില്ലേ? അതിനിപ്പണ്ടാ മാനേ നോണ, പണ്ടത്തെ നോണല്ലേ നോണ. അറിയില്ലെങ്കിൽ എന്റെ ഉമ്മാട് വെച്ചോ. എന്താ ഉപ്പയും മക്കളൊക്കെ ഒരു തമാശ. അതിന് ഇപ്പണ്ട വീക്കുട്ടിയാത്ത തമാശ. എന്റെ ഉപ്പാന്റെ പണ്ടത്തെ കാലത്തെ തമാശല്ലേ തമാശ. ആ നേരെ 4 മണിയായി മുനീറ. ഈ പോയി ചാണ്ടായിക്ക. വീക്കുട്ടിയാത്താക്ക് തിന്നാനും എന്തേലും എടുത്തോ? ആയിക്കോട്ടെ തിന്നാൻ. പിന്നെ എന്തൊക്കെ ഉണ്ട് വീക്കുട്ടിയാത്ത വിശേഷങ്ങള്? റഹീമിന്റെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഓൻ തോറ്റപ്പോ പഠിത്തം നിർത്തി. ഇപ്പൊ മണലിന്റെ ഏർപ്പാടാ. അൻവർ എപ്പോഴാ എത്തിയത്? ഇന്ന് കാലത്ത്. ഞാൻ അയലോകത്ത് കൂടെ ഒക്കെ ഇറങ്ങണം നേരത്തെ ഇരിക്കായിരുന്നു. അതിനെന്റെ ഉപ്പാന്റെ തമാശ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമാശ പറഞ്ഞിരിക്ക്. ഞാൻ മുനീറാന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ബീക്കുട്ടിയിലെ ചെക്കനപ്പോ ബ്ലാക്കിൽ പോയ പണക്കടത്ത് ഏർപ്പാടാ. ബീക്കുട്ടിക്ക് പരദൂഷണത്തിന്റെ കള്ളക്കടത്ത്. പിന്നെ ഉപ്പ ഈ പറഞ്ഞതും പടച്ചോന്റെ കണക്കിൽ പരദൂഷണത്തിന്റെ ലിസ്റ്റിലാ വരിക. അതിനിപ്പണ്ട മാനേ പരദൂഷണം. അന്റെ ഉപ്പാന്റെ പണ്ടത്തെ പരദൂഷണല്ലേ പരദൂഷണം. അൻവർ വരുമ്പോ അനക്ക് എന്തേ കൊടുന്ന്? ആവോ ഒന്ന് മിണ്ടി പറയാൻ പോലും ആളിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ഇക്കം തോന്നി അൻവർ ഇപ്പോഴും ഉമ്മാന്റെ ഉപ്പാന്റെ അൻവറൂട്ടി തന്നെ അല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ? ആണ്. പക്ഷേ ഓന അന്റെ പുയ്യാപ്പിളയും കൂടിയല്ലേ? അത് ഓൽ കൂടെ തോന്നണ്ടേ? ഇന്നത്തെ കാലത്ത് പാവം പിടിച്ചിരിക്കണവർക്ക് ഒന്നും ഉണ്ടാവൂല മുനീറ. മാപ്പിളേന്റെ മേലൊരു പിടുത്തല്ലാച്ചാ ഓല് പോണ വഴിക്ക് അങ്ങോട്ട് പോവും. അസംകുട്ടിയാജീന്റെ മരിയോളെ യൂസഫ് ഇടപാട് തീർക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ബാപ്പയും ഉമ്മയും ഇടപാട് തീർക്കാൻ പറഞ്ഞ് ഓൻ തീർത്ത്. ഇതൊക്കെ എനിക്ക് പുല്ലാ പോക്കരെ. എന്റെ മാന എങ്ങനെ പണിച്ചോ? കൈകൊണ്ട് തൊടാതെ നിലം തൊടാതെ നെടുത്തെടുക്കും. അത് വേണോ ഔക്കർക്ക? ഉള്ളിലൊന്നും ഇല്ലാത്ത തലയാണോ എമ്മാക്ക? അത് പൊളിഞ്ഞോ? കളിയാക്കണ്ട. 2 കുത്തി തായുമ്പോ തലയത്. അത് ശരി. അപ്പൊ നിസ്കാരത്തായുമ്പല്ലേ? ചായ കുടിക്കണില്ലേ? ഇവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുക മുനീറ. റെഫറിയായിട്ട് ഔക്കറൊക്കെ നിക്കണ കാണില്ല ഞങ്ങള്. ഒന്നുകിൽ ചായ ഹാഫ് ടൈമിന്, അല്ലെങ്കിൽ ചായ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വാ. പിടിയടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നൊക്കെ അങ്ങനെ പോവും. അബ്ബോക്കർ പോയി പന്തിട്ടുണ്ടാ? ഞാനേ ഇപ്പൊ നിങ്ങളെ കാര്യസ്ഥനൊന്നല്ല, റെഫറിയാ. നിങ്ങളെന്നെ പോയി പന്തിട്ടുണ്ടാ. അതാണ് നിയമം. ചെല്ലി ചായയും കൊണ്ട് പിന്നാലെ നടക്കാനൊന്നും എനിക്ക് വയ്യ.
കുട്ടിക്കളി കളിക്കാൻ കുട്ടികളൊന്നല്ലല്ലോ. ഹാളില് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളി. എന്താടോ എന്റെ പെണ്ണുപിള്ളിക്ക് ഇത്ര പവറ്? ഞമ്മക്ക് കളി നിർത്തിയാലോ ഉപ്പ? കഴിഞ്ഞിലടോ എൻ്റെ ഒരുക്കം. നേരെ എത്രയായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ബെഡ്റൂമിൽ വരുമ്പോ മാത്രമേ ഭാര്യയുടെ വിചാരമുള്ളൂ. ഉപ്പാന്റെ ഉമ്മാന്റെ കുട്ടിയാന്നല്ലേ പറഞ്ഞത്. ഓരോ നടുക്ക് പോയി കിടന്നോളി. അത് ശരി. അപ്പൊ അനക്കുണ്ടില്ലേ നല്ല കുശുമ്പ് അല്ലേ? ഉറപ്പായിട്ടും എനിക്ക് നല്ല കുശുമ്പുണ്ട്. പക്ഷെ അത് ഇഷ്ടം കൊണ്ടാ. ഇന്ന് വന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും എന്റെ അടുത്തിരുന്നോ? അത് പിന്നെ അവരെന്നെ കുറെ കാലം കൂടി കാണുന്നതല്ലേ. അപ്പൊ പിന്നെ ഞാനോ? ഇത്രയും കാലം നിങ്ങൾ എന്നാ വരികയെന്ന് ഓര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഡ്രാഫ്റ്റ് വന്നില്ലെന്നും പറഞ്ഞ് ബേജാറാവണ കണ്ടുണ്ട്. പക്ഷെ ഞാനോ? എത്ര പ്രാവശ്യങ്ങൾ കിനാവ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ ആ ദിവസം ഉറക്കം കിട്ടില്ല. അങ്ങനെ ഉറങ്ങാണ്ട് കഴിച്ചുകൂട്ടിയ ദിവസം തന്നെ ഏറെ. ഒടുക്കം പൂതിപ്പെട്ട് കാത്തിരുന്ന് വന്നപ്പോഴോ? ഏയ് എന്താടി ഇത്? ഇനി കുറേ ദിവസം ഞാൻ എൻ്റെ കൂടെ തന്നെയല്ലേ. ഉപ്പയും ഉമ്മയും ഒറ്റക്കാവുമല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ അന്നേയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴും അവർക്ക് വേണ്ടി നഷ്ടപ്പെടുന്നത് എന്റെ സന്തോഷം അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? എന്നാ പറയേ, നിങ്ങൾക്ക് ഉപ്പാനോട് ഉമ്മാനോടാണോ അതോ എന്നോടാണോ കൂടുതൽ ഇഷ്ടം? അത് ഉപ്പാനോടും ഉമ്മാനോടുള്ള ഇഷ്ടം വേറെ, അന്നോടുള്ള ഇഷ്ടം അതൊന്ന് വേറെ. അതൊരു തരം ഒഴിഞ്ഞുമാറല. എന്നാ പറയ്, ഇതിലേതാ ഞാൻ? അൻവറുട്ടിയെ ഫോൺ. പരപ്പനങ്ങാടിന്ന് അമ്മായിയാ. ചെല്ല്, അമ്മായിനോട് അമ്മാവനോടൊക്കെ തൗതായിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നോ. ഇതൊക്കെ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാ ശല്യം ചെയ്യാൻ. പെണങ്ങല്ലേ മോളെ, ഞാനിപ്പം അങ്ങോട്ട് വരില്ലേ? അൻവറുട്ടിയെ വരണേ. ഓൻ കടന്നിട്ടുണ്ടാവും. ഇപ്പൊ വിളിച്ച് ശല്യം ചെയ്യേണ്ട വല്ല കാര്യണ്ടാ? ഓലോട് നാളെ വിളിക്കാൻ പറഞ്ഞൂടേനാ? അജ്ജത്തടി, ഞാൻ അത്രയും കൂടെ ഓർത്തില്ല. ദാ ഓൻ വരും ചെയ്ത്. അമ്മായിയാ, ഇജ്ജ് വന്നേക്കണെന്ന് പറഞ്ഞപ്പോൾ തവതാരിക്കണമെന്ന് പറഞ്ഞ്. ബുസ്രാന്റെ കല്യാണം ശരിയായിക്കണമല്ലോ. ഹലോ ഹലോ ഹലോ. എന്തേ? ഹലോ മറിയക്കുട്ടിയെ, ഹലോ ഹലോ. ഓള് ഫോൺ വെച്ചിരിക്കണ്. പഠിച്ചോനെ, നമ്മള് പറഞ്ഞൊക്കെ ഓള് കേട്ടിക്കണോ? എന്തായാലും എൻ്റെ മോൻ അങ്ങോട്ടൊന്ന് വിളിച്ചടാ. വേണ്ട, ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചോളാം നാളെ. അൻവറേ, ഹലോ മറിയ കുട്ടി താത്ത. ആ, ഓൻ ഉറങ്ങിക്കണ്. ഓ ഇങ്ങക്ക് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആണില്ലേ? എന്തായി ബുസ്രന്റെ കരച്ചിലെ കാര്യം? ഓൻ വിഴാഞ്ഞത് ഭാഗ്യം. പേവ് പറ്റി തുടങ്ങിയത് ആദ്യം ഞമ്മക്ക് തന്നെയായിരുന്നു. മകൻ ഒരു പെണ്ണിന്റെ ഭർത്താവ് കൂടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണമായിരുന്നു, അല്ലേ മനുട്ടി? നേരം കുറയായി, കിടന്നോളി. ഉറക്കം വരുന്നില്ല. കിടന്ന അജ്ജ് ഉറങ്ങൂലെന്ന് എനിക്കറിയാം. അൻവറിന് 9 വയസ്സുള്ളൊരു മോളുണ്ടെന്ന്. പിറക്കാനിരുന്ന ആ കുഞ്ഞിനെ പോലെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് മനസ്സിലാക്കാതെ നീയും. അവനൊട്ടെ സാരില്ല, കരയണ്ട, പോട്ടെ.
പതുക്കെ. ആ. വാ, നോക്കി കയറ്, എൻ്റെ ചെരുപ്പ് തട്ടി തടഞ്ഞ് വീഴണ്ട. ഇതൊക്കെ ആശുപത്രി പോയാല് വന്ന് ഓലെ സന്തോഷം കണ്ടിട്ട് മുനീറാക്കി വിശേഷം ഉണ്ടെന്നാ തോന്നണത്. ആണോ? എവിടെ? അവിടെ കുത്തിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയാൻ ഓൽക്ക് നാണണ്ടാവും. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ഈ പറഞ്ഞാൽ മതി. എനിക്ക് മടിയാ, നിങ്ങൾ എന്നെ പറഞ്ഞാ മതി. ആ. ഞാനോ? അതൊന്നും പറ്റില്ല. എന്തേ? വയറ്റിലുള്ള എനിക്കാണെങ്കിലും നിങ്ങളല്ലേ എന്റെ ആള്. ശരി, ഈ ഉറുവിൽ തറവാട്ടിൽ അവസാനം പിറന്ന കുട്ടി ഞാൻ. 28 കൊല്ലത്തിന് ശേഷം പിറക്കാൻ പോകുന്നത് എൻ്റെ കുട്ടി. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വലിയ സന്തോഷമാവും. ഈ വാ. ഉമ്മ, എന്തേനു? അത് പിന്നെ മുനീറാനെ ചെക്കപ്പ് നടത്തി. മുനീറാക്ക് വിശേഷമുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ തന്നെ. ഇജ്ജെന്നാ പോയി കയ്യും മോറും കേകി പോര്, ചോറ് വെച്ച. അല്ലുമ്മ, മുനീറാക്ക് വയറ്റിലുണ്ടെന്നാ ഡോക്ടർ. മുനീറാക്ക് വയറ്റിലുണ്ടെന്ന് വെച്ച് അണക്ക് വയറ്റിലേക്കൊന്നും കഴിക്കണ്ടേ? എന്താ അനക്കൊന്നും വേണ്ടേ? വേണച്ച കയ്യും മോറും കേകിയിട്ട് വാ. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? കുട്ടി പിറക്കാൻ പോണോന്ന് കേൾക്കുമ്പോ ഉമ്മയപ്പേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നൊക്കെയല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സ് കൊണ്ട് നടക്കുന്ന ഇഷ്ടമൊന്നും അവർക്ക് നിങ്ങളോടില്ല. അല്ലെങ്കിൽ പിന്നെ മോനൊരു കുട്ടി പിറക്കാൻ പോണെന്ന് കേൾക്കുമ്പോ ഏതെങ്കിലും ഒരു ഉമ്മ ഇങ്ങനെ പെരുമാറുവോ? ഓർക്ക് പേടിയാ, ഒരു കുട്ടി ജനിച്ച മകനീന്ന് കിട്ടുന്നതൊക്കെ കുറഞ്ഞു പോവോന്നൊരു പേടി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പിടിക്കുണ്ടാവില്ല. പേടി അൻവർക്ക, ഈ കുട്ടി പിറക്കാതിരിക്കാൻ വേണ്ടി ഓരെന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേടി. ഈ പേടിക്കണ്ട, പടച്ചോ നമുക്ക് വേണ്ടിയാ ഒരു ജീവൻ എൻ്റെ വയറ്റിൽ നട്ടിക്കണത്. ആര് സന്തോഷിച്ചില്ലെങ്കിലും അതിൽ നമ്മൾ സന്തോഷിക്കുക. അത് ആരില്ലാതെയാക്കാൻ ശ്രമിച്ചാലും അത് നടക്കാനും പോണില്ല. നിങ്ങൾ വിഷമിക്കല്ലേ, ആരുമില്ലെങ്കിൽ എന്താ, നിങ്ങളെ സന്തോഷത്തിൽ കൂടാൻ ഞാനില്ലേ. ഞമ്മക്ക് ഞമ്മള് മതി അൻവർക്ക. എന്തായാലും ഈ ചെയ്തതും പറഞ്ഞതും മോശം തന്നെയാ. ഓൻ അത്രയ്ക്ക് സന്തോഷപ്പെട്ടു വന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാതിരി. അതിലേക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാല. പക്ഷെ പേര് കഴിഞ്ഞ് തടി രണ്ടും രണ്ടോടാവണം വരെ ബേജാറില്ല. അതിനു മുമ്പ് സന്തോഷിച്ചാ ചിലപ്പോ. മറിയ കുട്ടിയാത്താന്റെ മൂത്ത മോള് സഫിയാക്ക് വയറ്റിലുണ്ടായപ്പോ കഞ്ഞിപ്പാരലും ചീരണി വെക്കലും ഒക്കെ ആയിട്ട് എന്തായിരുന്നു ആഘോഷം. 5-ാം മാസത്തിൽ അലസിപ്പോയപ്പോ ഈ സന്തോഷത്തിൽ കൂടി ആരെങ്കിലും ഭസ്മിക്കണ്ടായിരുന്ന? അതേ പിന്നെ ആ സഫിയ പെണ്ണിന് ചിരിയില്ല, മുണ്ടാട്ടോ ഇല്ല. ഇപ്പൊ ഒരുമാതിരി നൊസ്സു പോലായി. എന്റെ മനസ്സിൽ ഇതൊക്കെയാന്ന് ഓൻ അറിഞ്ഞൂടാലോ. അറിയണ്ട. ഇതിന്റെ പേരിൽ ഓനിത്തിരി വിഷമുണ്ടായാലും ഉമ്മാനോട് ഇത്തിരി ദേഷ്യം തോന്നിയാലും ഇക്ക് കുഴപ്പമില്ല. നമ്മുടെ പേരക്കുട്ടി പിറക്കട്ടെ, പിന്നെ നമുക്ക് സന്തോഷിക്കാലോ. നിങ്ങൾക്കും പൂതിയില്ല ആ സുജായിനെ കാണാന്? എനിക്കുണ്ടോ പൂതി? അനക്കറിയോ പാച്ചി, ആ സുജായി ദുബായി പോയി ഉപ്പുപ്പാക്ക് വേണ്ടി വാങ്ങിക്കൊടുന്ന രോമപ്പുതപ്പും പുതച്ചിട്ട് വേണം ഇവിടുത്തെ ഏതെങ്കിലും മുറിയിൽ പാദം പിടിച്ച് കിടക്കാൻ.
ഹലോ 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 എന്തേ? ഹലോ മറിയക്കുട്ടിയെ, ഹലോ ഹലോ. ഓള് ഫോണ് വെച്ചിരിക്കണ്. പഠിച്ചോനെ, നമ്മള് പറഞ്ഞതൊക്കെ ഓള് കേട്ടിക്കണോ? എന്തായാലും എൻ്റെ മോൻ അങ്ങോട്ടൊന്ന് വിളിച്ചടാ. വേണ്ട, ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചോളാം നാളെ. അൻവറേ, ഹലോ മറിയ കുട്ടി താത്ത. ആ, ഓൻ ഉറങ്ങിക്കണ്. ഓ ഇങ്ങക്ക് അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആണില്ലേ? എന്തായി ബുസ്രന്റെ കടിച്ച കാര്യം? ഓം വിഴാഞ്ഞത് ഭാഗ്യം. പേവ് പറ്റി തുടങ്ങിയത് ആദ്യം ഞമ്മക്ക് തന്നെയായിരുന്നു. മകൻ ഒരു പെണ്ണിന്റെ ഭർത്താവ് കൂടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കണമായിരുന്നു. അല്ലേ മനുട്ടി? നേരം കുറയായി, കിടന്നോളി. ഉറക്കം വരുന്നില്ല. കിടന്ന അജ്ജ ഉറങ്ങൂലാന്ന് എനിക്കറിയാം. അൻവറിന് 9 വയസ്സിലൊരു മോളുണ്ടെന്ന്. പിറക്കാനിരുന്ന ആ കുഞ്ഞിനെ പോലെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത് മനസ്സിലാക്കാതെ നീയും അവനൊട്ടെ. സാരില്ല, കരയണ്ട, പോട്ടെ. പതുക്കെ വാ, നോക്കി കയറ്. എൻ്റെ ചെരുപ്പ് തട്ടി തടഞ്ഞ് വീഴണ്ട. ദോക്കി ആശുപത്രി പോയാലും വന്ന് ഓലെ സന്തോഷം കണ്ടിട്ട് മുനീറാക്കി വിശേഷം ഉണ്ടെന്നാ തോന്നണത്. ആണോ? എവിടെ? അവിടെ കുത്തിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പറയാൻ ഓൽക്ക് നാണെന്താവും. ഇത് ഈ ദുബായിന്ന് കൊണ്ടുവന്ന പന്താ എന്നിട്ട് യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഒരു പന്താ? പണ്ടത്തെ പന്തല്ലേ പന്ത്? അതെന്തേ? പണ്ടായിന് പന്ത്. പണ്ടത്തെ പന്ത് എന്ന് പറഞ്ഞാൽ 5-8 കിലോ തൂക്കണ്ടാവും. ഇത് വെറും പതിര്. എന്തായാലും വയസ്സാം കാലത്ത് ബാപ്പാക്ക് കളിക്കാൻ കൊണ്ടുവന്ന കളിപ്പാട്ടം കൊള്ളാം. അത് അവിടെ എവിടെ എങ്കിലും കൊണ്ടുപോയാച്ചാളി മനസ്സിയാ. രാത്രിയാവുമ്പോ മേലും കയ്യും വേദനിക്കണമെന്ന് പറയരുത്. ഈ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. പണ്ട് തിരൂരങ്ങാടി പന്തളി മത്സരത്തില് സ്ഥിരം ബാക്ക് നിന്ന് കളിച്ചോളാം ഞാൻ. അറിയോ നിനക്ക്? അറിയോ? ഈ ബാക്ക് നിന്ന് കളിക്കാന്ന് പറഞ്ഞാലേ ഗോൾ പോസ്റ്റിന്റെ ബാക്കില് ഗ്രൗണ്ടിന്റെ പുറത്ത് നിന്ന് കളി കാണുകയാണോ വാപ്പ? ഈ അങ്ങനെ എന്നെ കളിയാക്കണ്ട. ഇപ്പോഴും തിരൂരങ്ങാടി പന്തളി മത്സരത്തില് നമ്മളെ ലൈൻ റെഫറിയാൻ വിളിക്കലുണ്ട്. അറിയോ നിനക്ക്? പിന്നെന്തേ, പോയിക്കൂടെ? അതിനിപ്പോഴത്തെ പന്തളിയൊക്കെ ഒരു പന്തളിയാ? പണ്ടോ പന്തളി? പണ്ടത്തെ പന്തളിയല്ലേ പന്തളി. ഇന്നത്തെ സെവൻസ് ഫുട്ബോളില് ഏഴാളിലെ ടീമില്, അന്നത്തെ സെവൻസ് ഫുട്ബോളില് ഒരു ടീമില് 10-15 ആളുണ്ടാവും. അതെ, പിന്നെ അപ്പൊ പണ്ടത്തെ 11 ടീമിൽ ഒരു 19 ആൾക്കാരെങ്കിലും ഉണ്ടാവല്ലോ ഉപ്പാ. അത്രയൊന്നും ഉണ്ടാവില്ല. എന്നാലും 10-25 ആളൊക്കെ ഒരു ടീമിലുണ്ടാവും. പിന്നെ ചോദിക്കണോണ്ട് ഉപ്പാക്കൊന്നും തോന്നരുത്. ഒന്നും തോന്നില്ല. ഉപ്പേ നന്നായിട്ട് നോണ പറയില്ലേ? അതിനിപ്പണ്ടാ മാനേ നോണ? പണ്ടത്തെ നോണയല്ലേ നോണ? അറിയില്ലെങ്കിൽ എന്റെ ഉമ്മാട് വെച്ചു. എന്താ ഉപ്പയും മക്കളൊക്കെ ഒരു തമാശ. അതിന് ഇപ്പണ്ട വീക്കുട്ടിയാത്ത തമാശ.
എന്റെ ഉപ്പാന്റെ പണ്ടത്തെ കാലത്തെ തമാശല്ലേ തമാശ. അതെ, ആ നേരെ 4 മണിയായി മുനീറ. ഈ പോയി ചാണ്ടായിക്ക. ബീ കുട്ടിയാത്താക്ക് തിന്നാനും എന്തേലും എടുത്തോ. അക്കു ആയിക്കോട്ടെ തിന്നാൻ. ആ പിന്നെ എന്തൊക്കെ ഉണ്ട് ബീ കുട്ടിയാത്ത വിശേഷങ്ങള്? റഹീമിന്റെ കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഓൻ തോറ്റപ്പോ പഠിത്തം നിർത്തി. ആ. ഇപ്പൊ മണലിന്റെ ഏർപ്പാടാ. തന്നെ. അൻവറെ പിന്നെ ഉമ്മാന്റെ അടുത്ത് ഈ പറഞ്ഞാ മതി. എനിക്ക് മടിയാ, നിങ്ങൾ എന്നെ പറഞ്ഞാ മതി. ആ. ഏ ഞാനോ? അതൊന്നും പറ്റൂല. എന്തേ? വയറ്റിലുള്ള എനിക്കാണെങ്കിലും നിങ്ങളല്ലേ എന്റെ ആള്. ശരി, ഈ ഉറുവിൽ തറവാട്ടില് അവസാനം പിറന്ന കുട്ടി ഞാന്. 28 കൊല്ലത്തിന് ശേഷം പിറക്കാൻ പോകുന്നത് എൻ്റെ കുട്ടി. ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ വലിയ സന്തോഷമാവും. ഈ വാ. ഉമ്മ, എന്തേനു? അത് പിന്നെ മുനീറാനെ ചെക്കപ്പ് നടത്തി. മുനീറാക്ക് വിശേഷമുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ആ തന്നെ. ഇജ്ജെന്നാ പോയി കയ്യും മോറും കേകി പോര്. ചോറ് വെച്ച. അല്ലുമ്മ, മുനീറാക്ക് വയറ്റിലുണ്ടെന്നാ ഡോക്ടർ. മുനീറാക്ക് വയറ്റിലുണ്ടെന്ന് വെച്ച് അണക്ക് വയറ്റിലേക്കൊന്നും കഴിക്കണ്ടേ? എന്താ അനക്കൊന്നും വേണ്ടേ? വേണച്ച കയ്യും മോറും കേകിയിട്ട് വാ. എന്തൊക്കെയാ നിങ്ങള് പറഞ്ഞത്? കുട്ടി പിറക്കാൻ പോണോന്ന് കേൾക്കുമ്പോ ഉമ്മയപ്പേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നൊക്കെയല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സ് കൊണ്ട് നടക്കുന്ന ഇഷ്ടമൊന്നും അവർക്ക് നിങ്ങളോടില്ല. അല്ലെങ്കിൽ പിന്നെ മോനൊരു കുട്ടി പിറക്കാൻ പോണെന്ന് കേൾക്കുമ്പോ ഏതെങ്കിലും ഒരു ഉമ്മ ഇങ്ങനെ പെരുമാറുവോ? ഓർക്ക് പേടിയാ, ഒരു കുട്ടി ജനിച്ച മകനീന്ന് കിട്ടുന്നതൊക്കെ കുറഞ്ഞു പോവോന്നൊരു പേടി. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പിടിക്കുണ്ടാവില്ല. പേടി അൻവർക്ക, ഈ കുട്ടി പെറുക്കാതിരിക്കാൻ വേണ്ടി. കഴിഞ്ഞിലടോ എൻ്റെ ഒരുക്കം. നേരെത്രയായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ബെഡ്റൂമിൽ വരുമ്പോ മാത്രമേ ഭാര്യയുടെ വിചാരമുള്ളൂ. ഉപ്പാന്റെ ഉമ്മാന്റെ കുട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓരോ നടുക്ക് പോയി കിടന്നോളി. അത് ശരി. അപ്പൊ അനക്കുണ്ടില്ലേ നല്ല കുശുമ്പ് അല്ലേ? ഉറപ്പായിട്ടും എനിക്ക് നല്ല കുശുമ്പുണ്ട്. പക്ഷെ അത് ഇഷ്ടം കൊണ്ടാ. ഇന്ന് വന്നിട്ട് ഒരു 5 മിനിറ്റെങ്കിലും എന്റെ അടുത്തിരുന്നോ? അത് പിന്നെ അവരെന്നെ കുറെ കാലം കൂടി കാണുന്നതല്ലേ. അപ്പൊ പിന്നെ ഞാനോ? ഇത്രയും കാലം നിങ്ങൾ എന്നാ വരികയെന്ന് ഓര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഡ്രാഫ്റ്റ് വന്നില്ലെന്നും പറഞ്ഞ് ബേജാറാവണേ കണ്ടുണ്ട്. പക്ഷെ ഞാനോ? എത്ര പ്രാവശ്യങ്ങൾ കിനാവ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ ആ ദിവസം ഉറക്കം കിട്ടില്ല. അങ്ങനെ ഉറങ്ങാണ്ട് കഴിച്ചുകൂട്ടിയ ദിവസം തന്നെ ഏറെ. ഒടുക്കം പൂതിപ്പെട്ട് കാത്തിരുന്ന് വന്നപ്പോഴോ? ഏയ് എന്താടി ഇത്? ഇനി കുറേ ദിവസം ഞാൻ എൻ്റെ കൂടെ തന്നെയല്ലേ. ഉപ്പയും ഉമ്മയും ഒറ്റക്കാവുമല്ലോ എന്ന് കരുതിയിട്ടാ. അല്ലെങ്കിൽ ഞാൻ അന്നേയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴും അവർക്ക് വേണ്ടി നഷ്ടപ്പെടുന്നത് എന്റെ സന്തോഷം അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? എന്നാ പറയേ, നിങ്ങൾക്ക് ഉപ്പാനോട് ഉമ്മാനോടാണോ അതോ എന്നോടാണോ കൂടുതൽ ഇഷ്ടം? അത് ഉപ്പാനോടും ഉമ്മാനോടുള്ള ഇഷ്ടം വേറെ, അന്നോടുള്ള ഇഷ്ടം അതൊന്ന് വേറെ. അതൊരു തരം ഒഴിഞ്ഞുമാറല. എന്നാ പറയ്, ഇതിലേതാ ഞാൻ? അൻവറുട്ടിയെ ഫോൺ പരപ്പനങ്ങാടിന്ന് അമ്മായിയാ.
ചെല്ല്, അമ്മായിനോട് അമ്മാവനോടൊക്കെ തൗതായിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നോ. ഇതൊക്കെ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നതാ, ശല്യം ചെയ്യാൻ. പെണങ്ങല്ലേ മോളെ, ഞാനിപ്പോ അങ്ങോട്ട് വരില്ലേ? അൻവറുട്ടിയെ, ശ്ശെ, ദാ വരണേ. ഓൻ കടന്നിട്ടുണ്ടാവും. ഇപ്പൊ വിളിച്ച് ശല്യം ചെയ്യേണ്ട വല്ല കാര്യണ്ടാ? ഓലോട് നാളെ വിളിക്കാൻ പറഞ്ഞൂടേനാ? അജ്ജത്തടി, ഞാൻ അത്രയും കൂടെ ഓർത്തില്ല. ദാ ഓ വരും ചെയ്ത്. അമ്മായിയാ ഇജ്ജ് വന്നേക്കണെന്ന് പറഞ്ഞപ്പോ അവതാരിക്കണമെന്ന് പറഞ്ഞു. ബുസ്രാന്റെ കല്യാണം ശരിയായിക്കണു. ഇപ്പോഴെത്തിയത് ഇന്ന് കാലത്ത് ഞാൻ അയലോകത്ത് കൂടെ ഒക്കെ ഇറങ്ങണം നേരിച്ചിരിക്കായിരുന്നു. അതിന് എന്റെ ഉപ്പാന്റെ തമാശ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമാശ പറഞ്ഞിരിക്ക്, ഞാൻ മുനീറാന്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ആയിക്കോട്ടെ. ബീക്കുട്ടിയിലെ ചെക്കനപ്പോ ബ്ലാക്കിൽ പോയ പണക്കടത്ത് നടപ്പാടാ. ബീക്കുട്ടിക്ക് പരദൂഷണത്തിന്റെ കള്ളക്കടത്ത്. പിന്നെ ഉപ്പ ഈ പറഞ്ഞതും പടച്ചോന്റെ കണക്കിൽ പരദൂഷണത്തിന്റെ ലിസ്റ്റിലാ വരിക. അതിനിപ്പ എന്താ മാനേ പരദൂഷണം? അന്റെ ഉപ്പാന്റെ പണ്ടത്തെ പരദൂഷണല്ലേ പരദൂഷണം. അൻവർ വരുമ്പോ അനക്ക് എന്തേ കൊടുന്ന്? ആവോ, ഒന്ന് മിണ്ടി പറയാൻ പോലും ആളിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ഇക്കും തോന്നി അൻവർ ഇപ്പോഴും ഉമ്മാന്റെ ഉപ്പാന്റെ അൻവറൂട്ടി തന്നെ അല്ലേ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ? ആണ്, പക്ഷേ ഓന അന്റെ പുയ്യാപ്പിളയും കൂടിയല്ലേ? അത് ഓൽക്കൂടെ തോന്നണ്ടേ? ഇന്നത്തെ കാലത്ത് പാവം പിടിച്ചിരിക്കണവർക്ക് ഒന്നും ഉണ്ടാവൂല മുനീറ. മാപ്പിളേന്റെ മേലൊരു പിടുത്തല്ലാച്ചാ ഓല് പോണ വഴിക്ക് അങ്ങോട്ട് പോവും. അസംകുട്ടിയാജീന്റെ മരിയോളെ യൂസഫ് ഇടപാട് തീർക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ബാപ്പയും ഉമ്മയും ഇടപാട് തീർക്കാൻ പറഞ്ഞ് ഓൻ തീർത്ത്. ഇതൊക്കെ എനിക്ക് പുല്ലാ പോക്കരെ. എന്റെ മാന എങ്ങനെ പ്രണടിച്ചടിച്ചോ? കൈകൊണ്ട് തൊടാതെ നിലം തൊടാതെ നെടുത്തെടുക്കും. അത് വേണോ ഔക്കർക്ക? ഉള്ളിലൊന്നും ഇല്ലാത്ത തലയാണോ എമ്മാക്ക? അത് പൊളിഞ്ഞോ? കളിയാക്കണ്ട കളിയാക്കണ്ട, എട്ട് കുത്തി തായമ്പോ തലയത്. അത് ശരി, അപ്പൊ നിസ്കാരത്തായമ്പല്ലേ? ചായ കുടിക്കണില്ലേ? ഇവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുക മുനീറ. റെഫറിയായിട്ട് ഔക്കറൊക്കെ നിക്കണ കാണില്ല ഞങ്ങള്. ഒന്നുകിൽ ചായ ഹാഫ് ടൈമിന്, അല്ലെങ്കിൽ ചായ കൊണ്ട് ഗ്രൗണ്ടിലേക്ക് വാ. പിടിയടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നൊക്കെ അങ്ങനെ പോവും. അബ്ബോക്കർ പോയി പന്തിട്ടുണ്ടാ? ഞാനേ ഇപ്പൊ നിങ്ങളെ കാര്യസ്ഥനൊന്നല്ല, റെഫറിയാ. നിങ്ങളെന്നെ പോയി പന്തെടുത്തുണ്ട, അതാണ് നിയമം. ചെല്ലും ചെല്ല്. ചായയും കൊണ്ട് പിന്നാലെ നടക്കാനൊന്നും എനിക്ക് വയ്യ. കുട്ടിക്കളി കളിക്കാൻ കുട്ടികളൊന്നല്ലല്ലോ. ഹാളില് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോളി. എന്താടോ എന്റെ പെണ്ണും പിള്ളേക്ക് ഇത്ര പവറ്? നമുക്ക് കളി നിർത്തിയാലോ ഉപ്പ?